വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, USS പോലെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുന്ന മക്കളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് ചോദ്യങ്ങളുടെ ഡിഫിക്കൽട്ടി അല്ല, അതായത് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളല്ല നിങ്ങളുടെ മുമ്പിലുള്ള വില്ലൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അത് ചെയ്യാനെടുക്കുന്ന സമയം. ഇപ്പൊ ഒരു ചോദ്യം നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ എക്സാമിന് ചെയ്യുന്നത് പോലെ ഡീറ്റെയിൽഡ് ആയിട്ട് അതെഴുതി കൂട്ടി കുറച്ച് ഹരിച്ച് ഗുണിച്ച് ഇങ്ങനെ നമ്മൾ ഒരു ചോദ്യത്തിന്റെ മുകളിൽ 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റ് 3 മിനിറ്റോ ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചോദ്യങ്ങൾ ചെയ്യാനുള്ള സമയം അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ USS എന്ന് പറയുന്നതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അതെങ്ങനെ സാധിക്കും? അപ്പൊ മുന്നേ ആണെങ്കിൽ നമുക്ക് പറയാം, കൃത്യമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുകയും ഒരു ചോദ്യം കണ്ടാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് വരികയും ചെയ്യും. അപ്പൊ ഈ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് ഇനിയും ഇരുന്ന് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു എന്താ പറയുക സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ട്രിക്ക് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഏതൊരു ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഒന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കാം. ചിലപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. സെക്കൻഡുകൾ കൊണ്ട് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ ഒരു ചോദ്യം നമ്മൾ 2, 3, 4 സെക്കൻഡ് കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി സമയം നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ചോദ്യത്തിലേക്ക് ഉപയോഗിക്കാം. ഇവിടെ ഒരു ചോദ്യം ഞാൻ തരുവാണ്. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക. n ഒരു എണ്ണൽ സംഖ്യ ആയാൽ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് എല്ലായ്പ്പോഴും ഒറ്റ സംഖ്യ ആകുന്നത്? If n is a counting number, which of the following is always an odd number? ഓഡ് നമ്പർ എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? 1, 3, 5, 7 എന്ന് പറയുന്നതാണ് ഒറ്റ സംഖ്യകൾ, ഓഡ് നമ്പേഴ്സ്. അപ്പൊ ഇവിടെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ആരാണ് ഒറ്റ സംഖ്യ തരുന്നത്? അപ്പൊ ഈ ഒരു ചോദ്യം ആക്ച്വലി നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താവുന്ന കാര്യമേ ഉള്ളൂ. ഇവിടെ നോക്കി 3n എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിൾ ആണ്. 3യുടെ മൾട്ടിപ്പിളിൽ എന്ത് വരുന്നുണ്ട്? ഒറ്റ സംഖ്യയും വരുന്നുണ്ട്, ഇരട്ട സംഖ്യയും വരുന്നുണ്ട്. 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ സംഖ്യയും കിട്ടും, ഇരട്ട സംഖ്യയും കിട്ടും. പറയാൻ പറ്റില്ല. n-1 എക്സാമ്പിൾ എടുക്കുക. നമ്മൾ 3 എടുത്തു, n-ന് 3 - 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് വന്നു, ഒറ്റ സംഖ്യയല്ല. ഇവിടെ n+1 നമ്മൾ 2 എന്ന് കൊടുത്തു, 3 എന്ന് കൊടുത്തു, 3 + 1 4 ആണ്, ഒറ്റ സംഖ്യയല്ല. ഇവിടെ നോക്കുക 2n-1. 2n എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണ് അല്ലെ? 2n എന്ന് പറഞ്ഞാൽ എന്താ? 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. അതിൽ നിന്ന് ഒന്ന് കൂട്ടുകയോ ഒന്ന് കുറയ്ക്കുകയോ ചെയ്താൽ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അതാ 2, 4, 6, 8. ഇതിൽ നിന്ന് ഒന്ന് കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ഒറ്റ സംഖ്യ ആയിരിക്കും. അതിൽ നിന്നൊന്ന് കുറച്ചാൽ എന്തായിരിക്കും? ഒറ്റ സംഖ്യ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 2n-1 ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താം. ഒരു കാൽക്കുലേഷൻ പോലും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻസ് മാത്രം നിങ്ങൾ വായിച്ചാൽ മതി, ഉത്തരത്തിലോട്ട് എത്തും. അടുത്തൊരു ചോദ്യം നോക്കി. 2 സംഖ്യകളുടെ തുക 12, വ്യത്യാസം 8 ആയാൽ സംഖ്യകൾ ഏതൊക്കെയാണ്? If the sum of 2 numbers is 12, difference is 8, then what are the numbers? ഓൾജിബ്ര, ബീജഗണിതം ഉപയോഗിച്ച് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി ഒരുപാട് സമയം ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. പക്ഷെ ചെയ്യരുത്. പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്ഷൻസിലേക്ക് നോക്കുക. 2 സംഖ്യകളുടെ തുക 12 ശരിയാണ്, വ്യത്യാസം 8 അല്ല, കഴിഞ്ഞു, അത് നോക്കണ്ട. പിന്നെ 4, 8 ശരിയാണ്, കൂട്ടിയാൽ 12 കിട്ടും, പക്ഷെ കുറച്ചാൽ 8 കിട്ടുമോ? ഇല്ല, വിട്ടുക. 10, 2 കൂട്ടിയാൽ 12 ആണ്, കുറച്ചാൽ 8 ആണ്, പിന്നെ ഒന്നും നോക്കണ്ട, ഇതാണ് ഉത്തരം. 7, 5 കൂട്ടിയാൽ 12 ആണ്, കുറച്ചാൽ 2 ആണ്, ഉത്തരം അതല്ല. അപ്പോൾ ഇവിടെ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി, 10, 2. ഇത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നതാണ്. ഇതേപോലെ ഈ USS വരുന്ന ഓരോ ചോദ്യങ്ങൾക്കും മക്കളെ ട്രിക്ക് ഉണ്ടായിരിക്കും. ഒരുപാട് സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് ചെയ്യാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് USS കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ ഇതേപോലെ സെക്കൻഡുകൾ കൊണ്ട് ഉത്തരം കണ്ടുപിടിക്കാനുള്ള ട്രിക്കുകൾ ഉപയോഗിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങളായിരിക്കും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ കിട്ടുക മിസ്സേ എന്ന് ചോദിക്കുന്നവരോട് വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. ക്ലാസ് 7ന്റെ നമ്മുടെ ഏത് ബാച്ചിലെ USSന്റെ ബാച്ചിലോട്ട് വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഏർലി ബേർഡ് ഓഫർ ഒക്കെ ഉണ്ട്. പെട്ടെന്ന് ജോയിൻ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ട്രിക്കും കാര്യങ്ങളൊക്കെ പഠിച്ച് സെറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് USS നേടാനായിട്ട് പറ്റും. അപ്പൊ ധ്രുവ ബാച്ച് ആണ്, വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമ്മളുടെ ഓൾറെഡി അവഞ്ചേഴ്സ് ജോയിൻ ചെയ്ത ആൾക്കാർക്ക് അറിയാം ധ്രുവ ബാച്ച് ഫ്രീ ആണ്. അപ്പൊ ആരും ഇനി മടിച്ചു നിൽക്കണ്ട, വേഗം ജോയിൻ ചെയ്യുക. ട്രിക്കുകളും കാര്യങ്ങളൊക്കെ പഠിച്ച് ഫുൾ സെറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, USS നേടിയെടുക്കാം.